നമസ്കാരം. ഒരു രാത്രിയിലെ ഏതാനും മണിക്കൂറുകൾക്കിടെ ഒരു നാട് തന്നെ ഇല്ലാതായ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഉരുൾപൊട്ടൽ ഉണ്ടായ അന്ന് രാത്രി ചൂരൽമലയിൽ സംഭവിച്ച ദുരന്തത്തിൻ്റെ ആഴവും വ്യാപ്തിയും ദൃശ്യമാക്കുന്ന ഭയപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇരച്ചെത്തുന്ന മലവെള്ളം കടകളിലെ സാധന സാമഗ്രികൾ തുടച്ചു നീക്കി ഒഴുകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ചൂരൽമലയിലെ കടകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിലാണ് ഉരുൾപൊട്ടൽ എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെയുള്ള ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ കാഴ്ചക്കാരിൽ ഭയവും വേദനയും നിറയ്ക്കും. ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ചൂരൽമലയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു എന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദുരന്തത്തിൽ വെള്ളാർമല സ്കൂളും തകർന്നിരുന്നു. മുണ്ടക്കൈ ജുമാ മസ്ജിദിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഉരുൾപൊട്ടൽ ദിനത്തിൽ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മരണത്തിലേക്ക് യാത്ര ചെയ്ത നാട്ടുകാരുടെ ദൃശ്യങ്ങളും നോവായി മാറി. ഉരുൾപൊട്ടൽ രാത്രി പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും പെയ്തിറങ്ങിയത് മേഘവിസ്ഫോടനമാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. രേഖപ്പെടുത്തിയത് 570 മില്ലിമീറ്റർ മഴയാണ്. ഇതിലാണ് ഒരു മല ഒന്നാകെ ഒഴുകിയെത്തി 2 ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയത്. അതിൻ്റെ തീവ്രത വ്യക്തമാക്കുന്ന പേമാരിയുടെയും ഉരുൾപൊട്ടലിൻ്റെയും ദൃശ്യങ്ങളാണ് മുണ്ടക്കൈ ജുമാ മസ്ജിദിലെ CCTVയിൽ പതിഞ്ഞത്. അന്നേ ദിവസം പകൽ കടകളിൽ എത്തി സാധനങ്ങൾ വാങ്ങി കൊച്ചു വർത്തമാനവും പറഞ്ഞ് വീട്ടിലേക്ക് പോയവരിൽ ഭൂരിഭാഗം പേരെയും പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ചിലരുടെയൊക്കെ മൃതദേഹങ്ങൾ കിട്ടി. ഭൂരിഭാഗം പേരും ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെ. ദുരന്തത്തിൽ അകപ്പെട്ട 119 പേരെയാണ് കണക്ക് പ്രകാരം ഇനിയും കണ്ടെത്താനുള്ളത്. കാണാതായവരുടെ കരട് പട്ടിക പുതുക്കിയിട്ടുണ്ട്. DNA ഫലം ലഭ്യമായി തുടങ്ങിയതിന് പിന്നാലെയാണ് കാണാതായവരുടെ എണ്ണം കുറഞ്ഞു വന്നത്. ജൂലൈ 30-നാണ് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉരുൾപൊട്ടിയത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം. 3.5 മണിക്കൂറിനിടെ 2 തവണയാണ് ഉരുൾപൊട്ടിയത്. ചാലിയാർ വഴി നിലമ്പൂർ വരെ 38 കിലോമീറ്ററോളം ദൂരം മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും 24 മണിക്കൂറിനിടെ പെയ്തത് 37 സെൻറ്റിമീറ്റർ മഴയാണ്. 24 മണിക്കൂറിനിടെ 20 സെൻറ്റിമീറ്ററിലേറെ മഴ തന്നെ അതിതീവ്രമെന്നാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ഇരട്ടിയോളമാണ് അവിടെ പെയ്തത്. ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ 212 ശരീരഭാഗങ്ങളാണ് ഇതുവരെ ലഭിച്ചത്. ഇതിൽ 173 ലഭിച്ചത് നിലമ്പൂർ മേഖലയിൽ നിന്നാണ്. ലഭിച്ച 231 മൃതദേഹങ്ങളിൽ 80 എണ്ണം കണ്ടെടുത്തതും നിലമ്പൂർ മേഖലയിൽ നിന്ന് തന്നെയാണ്. അതിനിടെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് അടിയന്തര ധനസഹായമായി അക്കൗണ്ടിലെത്തിയ 10,000 രൂപയിൽ നിന്ന് 2,000 രൂപ ബാങ്ക് പിടിച്ചെന്ന് പരാതി ഉയർന്നു. EMI വിഹിതമായിട്ടാണ് ചൂരൽമല സ്വദേശി സന്ദീപ് എന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് കേരള ഗ്രാമീൺ ബാങ്ക് 2,000 രൂപ പിൻവലിച്ചത്. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട സന്ദീപിന് വാടക വീടിന് അഡ്വാൻസ് നൽകാൻ മാറ്റിവെച്ച തുകയാണ് ബാങ്ക് പിടിച്ചത്. കാര്യം അന്വേഷിച്ചപ്പോൾ പണം തിരികെ നൽകാമെന്ന കാര്യം ബാങ്ക് അറിയിച്ചതായി സന്ദീപ് പറയുന്നു. അതേസമയം വയനാട് ദുരന്തബാധിതരുടെ സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾക്ക് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം നാളെ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ വിവിധ ബാങ്ക് പ്രതിനിധികൾ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. ദുരിതബാധിതരുടെ സാമ്പത്തിക ബാധ്യതകളിൽ മനുഷ്യത്വപരമായ സമീപനം വേണമെന്ന് ഇതിനകം തന്നെ അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. ദുരിതബാധിതരുടെ അക്കൗണ്ടുകളിൽ നിന്ന് EMI ഈടാക്കുന്നത് അടക്കം നടപടികൾ വലിയ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. ഈടും വസ്തുവകകളും നഷ്ടമായവരുടെ ബാധ്യതകൾ എഴുതിത്തള്ളുകയോ വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തുകയോ ചെയ്യാൻ നടപടികൾ ഉണ്ടാകണം. ഇതിനകം ഈടാക്കിയ മാസത്തവണകൾ തിരിച്ചു നൽകാനും തീരുമാനവും SLBC യോഗത്തിൽ പ്രതീക്ഷിക്കുന്നു. എല്ലാ ബാങ്കുകളുടെയും ഉന്നത അധികാരികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്.